ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് 2 തരം ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ ഏത് തരത്തിലാണ് നമ്മളൊക്കെ പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ അടുത്ത് ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തിയോററ്റിക്കൽ ന്യൂറോ സയൻറ്റിസ്റ്റും AI എക്സ്പേർട്ടുമായിട്ടുള്ള ഡോക്ടർ വിവിയൻ മിങ്കാണ് AI വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിവൈഡിനെ കുറിച്ച് സംസാരിച്ചത്. കോഗ്നിറ്റീവ്ലി നോക്കുന്ന സമയത്ത് AI യൂസേജിന്റെ കാര്യത്തിൽ ആൾക്കാർ 2 തരത്തിലാണ്. ഒന്നാമത്തത് പീപ്പിൾ ഹൂ യൂസ് AI ടു തിങ്ക് ബെറ്റർ, അതായത് അവരുടെ ചിന്താശേഷിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി AI ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ. രണ്ടാമത്തേത് പീപ്പിൾ ഹൂ യൂസ് ഇറ്റ് ടു തിങ്ക് ലെസ്, തങ്ങളുടെ ചിന്തകളെ, കോഗ്നിറ്റീവ് ടാസ്കുകളെ സിംപ്ലി ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരൊരു സ്മോൾ മൈനോറിറ്റിയും രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ ഒരു വലിയ മെജോറിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ AI ഉപയോഗിക്കുന്നത് നമുക്ക് നന്നായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി തിങ്ക് ചെയ്യാനാണോ എന്നുള്ളത് ഒരു സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഇൻഡിപെൻഡന്റ് തിങ്കിങ് സ്കിൽസിനെ, കോഗ്നിറ്റീവ് കപ്പാസിറ്റീസിനെ, ക്രിയേറ്റിവിറ്റിയെ, ഇതിൻ്റെയൊക്കെ സ്വതന്ത്ര സ്വഭാവത്തെ തകർക്കാൻ AIക്ക് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ. അതുകൊണ്ട് ലോങ് ടേമിൽ നമുക്ക് കോഗ്നിറ്റീവ്ലി പണി കിട്ടാതെ സ്ട്രാറ്റജിക്കലി AI ടൂൾസ് ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് നമുക്ക് വേണ്ട സ്കില്ല് തീർച്ചയായിട്ടും അതായിരിക്കും എന്നുള്ളതാണ്. ഈ സിസ്റ്റംസിനെ, ഈ ടൂൾസിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, ഒരു ജീവിതം, അതല്ലെങ്കിൽ കരിയറിലാവട്ടെ, ജോബിലാവട്ടെ, അക്കാഡമിക്സിലാവട്ടെ നമുക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ പരമാവധി കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് സ്ട്രാറ്റജിക്കലി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ തുടർന്നുള്ള വീഡിയോകളിലും പോസ്റ്റുകളിലൊക്കെ ആയിട്ട് പങ്കുവെക്കാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഫോളോ ചെയ്തോളൂ. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 ആൾക്കാർക്ക് അയച്ചു കൊടുത്തോളൂ.